ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും കമ്പ്യൂട്ടർ ആൻഡ് മൊബൈൽ ടിപ്സിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഒരു ആൻഡ്രോയിഡ് ആപ്ലിക്കേഷനാണ്. ഈ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് നിങ്ങളുടെ ആൻഡ്രോയിഡ് മൊബൈലിലുള്ള മറ്റ് ആപ്ലിക്കേഷനുകൾ നിങ്ങൾക്ക് ലോക്ക് ചെയ്യാൻ സാധിക്കും. അതിനോടൊപ്പം തന്നെ നിങ്ങളുടെ ഗാലറിയിലുള്ള ഫോട്ടോകളും വീഡിയോകളും നിങ്ങൾക്ക് ഹൈഡ് ചെയ്യാനും സാധിക്കും. ഇത് പ്ലേ സ്റ്റോറിൽ ലഭിക്കുന്ന ആപ്ലിക്കേഷനാണ്. നിങ്ങൾക്കിത് പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാം. ചില പ്രത്യേകതകളുള്ള ഒരു ആപ്ലിക്കേഷനാണ്. ഇതിൽ നിങ്ങൾക്ക് ഓരോ പ്രൊഫൈലുകൾ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. നിങ്ങൾ ഓരോ ഇടത്തായിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഏതൊക്കെ ആപ്ലിക്കേഷനാണ് ലോക്ക് ചെയ്ത് വെക്കേണ്ടതെന്ന് ഓരോ പ്രൊഫൈലുകളായിട്ട് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. അതിനുശേഷം നിങ്ങൾ ആവശ്യമുള്ളപ്പോൾ ഓരോ പ്രൊഫൈൽ ആക്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ അതിൽ സെറ്റ് ചെയ്തിരിക്കുന്ന ആപ്ലിക്കേഷനും അതിനോടൊപ്പം തന്നെ ലോക്ക് ആകുന്നതാണ്. ഓക്കെ, ഇനി ഇതെങ്ങനെയാണ് യൂസ് ചെയ്യുന്നതെന്നും ഇതെങ്ങനെയാണ് ഡൗൺലോഡ് ചെയ്യുന്നതെന്നും നമുക്കൊന്ന് നോക്കാം. ഈ ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. ഹെക്സ് ലോക്കർ എന്ന് പറയുന്ന ആപ്ലിക്കേഷനാണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്ത് കാണിക്കാൻ പോകുന്നത്. ഈ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് നമുക്ക് നമ്മളുടെ മൊബൈലിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള മറ്റ് ആപ്ലിക്കേഷനുകൾ ലോക്ക് ചെയ്യാൻ സാധിക്കും. അതേപോലെ തന്നെ പല മോഡുകൾ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ സാധിക്കും. ഞാനിവിടെ ഇപ്പോൾ ഈ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുകയാണ്. ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞ് ഇതെങ്ങനെയാണ് യൂസ് ചെയ്യുന്നതെന്നാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. ഇപ്പോൾ ഇത് ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. അതിനുശേഷം ഇവിടെ ഒന്ന് ഓപ്പൺ ആക്കിയാണ്. ആപ്ലിക്കേഷൻ ഓപ്പൺ ആകുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെയായിരിക്കും കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് സെറ്റ് പിൻ അതേപോലെ സെറ്റ് പാറ്റേൺ എന്ന് പറയുന്ന രണ്ട് ഓപ്ഷനുകൾ കാണാൻ സാധിക്കും. ഞാൻ ഇവിടെ നിന്നും സെറ്റ് പാറ്റേൺ എന്നുള്ളത് സെലക്ട് ചെയ്യുകയാണ്. ഇവിടെ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു പാറ്റേൺ സെലക്ട് ചെയ്ത് കൊടുക്കണം. ഞാൻ ഇവിടെ നിന്നും ഒരു പാറ്റേൺ ലോക്ക് പാറ്റേൺ സെലക്ട് ചെയ്തു. നോക്കുക, ആപ്ലിക്കേഷൻ ഓപ്പൺ ആയപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഇവിടെ നിങ്ങൾ വർക്ക് എന്ന് പറയുന്ന ഒരു പ്രൊഫൈലാണ് ഇവിടെ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. ഇവിടെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ലോക്കിംഗ് ആപ്സ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുകയാണ് ആദ്യം ചെയ്യേണ്ടത്. സ്റ്റാർട്ട് ലോക്കിംഗ് ആപ്സ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളുടെ മൊബൈലിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള ആപ്ലിക്കേഷനുകളുടെ ഒരു ലിസ്റ്റ് നിങ്ങൾക്ക് ഇവിടെ വരും. ഞാൻ ഇവിടെ നിന്നും വാട്സപ്പ് ലോക്ക് ചെയ്യുകയാണ്. വാട്സപ്പ് ലോക്ക് ചെയ്യുന്നില്ല, മറ്റേതെങ്കിലും ഒരു ആപ്ലിക്കേഷൻ ലോക്ക് ചെയ്യുകയാണ്. ഇവിടെ മ്യൂസിക് പ്ലെയർ എന്നുള്ളത് ഇവിടെ നിന്ന് ലോക്ക് ചെയ്തു. അതിനുശേഷം ബാക്ക് ചെയ്യുകയാണ്. ഇവിടെ നിന്ന് ബാക്ക് ചെയ്തു. ഇവിടെ നോക്കുക, ഞാനിവിടെ ലേറ്റർ എന്നുള്ളത് കൊടുത്തു. അതിനുശേഷം നമുക്കിവിടെ വലത്തോട്ട് നീക്കി കഴിയുമ്പോൾ അടുത്ത ഒരു ഓപ്ഷൻ ഇവിടെ വരുന്നത് കാണാം. ഇവിടെ ഹോം എന്നുള്ളതാണ്. നിങ്ങൾക്ക് വീട്ടിൽ ഏതെങ്കിലും ഒരു വീട്ടിൽ വരുമ്പോൾ ഏതൊക്കെ ആപ്ലിക്കേഷനുകൾ നിങ്ങൾക്ക് ലോക്കായിട്ട് വെക്കണമെന്നുള്ളത് ഇവിടെ ഒന്ന് സെലക്ട് ചെയ്യാം. ഞാനിവിടെ നിന്നും മൈ ഫയൽസ് എന്നുള്ളത് സെലക്ട് ചെയ്യുകയാണ്. അതിനുശേഷം അടുത്ത ഓപ്ഷൻ നിങ്ങൾക്കിവിടെ ഒരു ഓപ്ഷൻ അടുത്തതായിട്ട് കാണാം. ഇവിടെ ഓഫ് എന്നുള്ളത് ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ മൊബൈലിൽ ഈ ആക്ടിവേറ്റ് ചെയ്തിരിക്കുന്ന പ്രൊഫൈലുകൾ നിങ്ങൾക്ക് ഓഫ് ചെയ്യാൻ സാധിക്കും. പുതിയ പ്രൊഫൈലുകൾ നിങ്ങൾക്ക് ആഡ് ചെയ്യാനായിട്ട് ഈ മുകളിൽ കാണുന്ന പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പുതിയ പ്രൊഫൈലുകൾ ആഡ് ചെയ്യാൻ സാധിക്കും. ഞാനിവിടെ നിന്നും ഹോം പ്രൊഫൈൽ ആക്ടിവേറ്റ് ചെയ്യുകയാണ്. ഹോം പ്രൊഫൈലിൽ നമ്മൾ മൈ ഫയൽ എന്നുള്ളതാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. അതേപോലെ തന്നെ വർക്ക് പ്രൊഫൈലിൽ നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്ന ഏത് ആപ്ലിക്കേഷൻ ആണെന്ന് നോക്കാം. വർക്ക് പ്രൊഫൈലിൽ നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്ന മ്യൂസിക് പ്ലെയർ ആണ്. ഞാനിവിടെ ഒന്നും ഹോം പ്രൊഫൈലാണ് സെലക്ട് ചെയ്യുന്നത്. പ്രൊഫൈൽ ആക്ടിവേറ്റഡ് എന്ന് കാണിച്ചു. അതിനുശേഷം ഇനി നമുക്ക് ഇവിടെ ഒന്നും മൈ ഫയൽസ് എന്ന് പറയുന്ന ഈ ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം. നോക്കുക, ഇവിടെ ലോക്ക് പാറ്റേൺ കൊടുത്തെങ്കിൽ മാത്രമേ നമുക്ക് അത് ഓപ്പൺ ആക്കാൻ സാധിക്കത്തുള്ളൂ. ഇനി നമുക്ക് വീണ്ടും നമുക്ക് ഇവിടെ ഒന്നും ഹോം എന്നുള്ളത് മാറ്റി നമുക്ക് വർക്ക് പ്രൊഫൈൽ ഒന്ന് ആക്ടിവേറ്റ് ചെയ്യാം. അതിനുശേഷം നമ്മൾ വർക്ക് പ്രൊഫൈലിൽ നമ്മൾ ലോക്ക് ചെയ്ത ആപ്ലിക്കേഷനാണ് മ്യൂസിക് പ്ലെയർ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ. ഇവിടെ ഒന്ന് മ്യൂസിക് പ്ലെയർ ഓപ്പൺ ആക്കുകയാണ്. നോക്കുക, മ്യൂസിക് പ്ലെയർ ഇവിടെ ലോക്ക് ആയിരിക്കുന്നത് കാണാൻ സാധിക്കും. അതേപോലെ തന്നെ ഇനിയിപ്പോൾ നിങ്ങൾ മൈ ഫയൽ എന്നുള്ളത് ഓപ്പൺ ആയി കഴിഞ്ഞാൽ ഇവിടെ ലോക്കിന്റെ ആവശ്യമില്ല. കാരണം നമ്മൾ ഹോം പ്രൊഫൈലിലാണ് മൈ ഫയൽ ലോക്ക് ചെയ്തിരുന്നത്. അതിനുശേഷം വർക്ക് പ്രൊഫൈലിലാണ് നമ്മൾ മ്യൂസിക് പ്ലെയർ സെലക്ട് ചെയ്തിരുന്നത്. നമ്മളിപ്പോൾ വർക്ക് പ്രൊഫൈലാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് മൈ ഫയൽ എന്ന് പറയുന്ന ഈ ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കാൻ സാധിക്കും. ഇനി നമുക്ക് ഇവിടെ നിന്നും ഇത് ഓഫ് ചെയ്യാൻ സാധിക്കും. നമ്മളിവിടെ നിന്ന് ഓഫ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളുടെ ഒരു പ്രൊഫൈലും വർക്ക് ചെയ്യത്തില്ല. നോക്കുക, ഇവിടെ ഇത് ഓഫ് ആയിരിക്കുന്നത് കാണാൻ സാധിക്കും. ഇനി നമുക്ക് ഇതിൻ്റെ സെറ്റിങ്സുകളൊന്ന് നോക്കാം. സെറ്റിങ്സിൽ ഇവിടെ സെറ്റിങ്സ് എന്നുള്ള ഈ ഓപ്ഷൻ ഓപ്പൺ ആക്കുക. ഇവിടെ നോക്കുക, റീസെറ്റ് പാറ്റേൺ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾക്ക് പാറ്റേൺ റീസെറ്റ് ചെയ്യണമെങ്കിൽ ഇവിടെ ഒന്ന് ചെയ്യാൻ സാധിക്കും. അതിനുശേഷം ഇവിടെ ഒരു ഓപ്ഷൻ ഉണ്ട്, അൺഇൻസ്റ്റാൾ പ്രിവെൻഷൻ. ഇത് എന്താണെന്ന് ചോദിച്ചാൽ ഈ ആപ്ലിക്കേഷൻ ആരെങ്കിലും നമ്മളുടെ മൊബൈലിൽ നിന്നും അൺഇൻസ്റ്റാൾ ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ കൊടുത്തിരിക്കുന്ന ലോക്ക് പാറ്റേണോ അല്ലെങ്കിൽ പിൻകോഡോ ഉപയോഗിക്കാതെ അവർക്കിത് അൺഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കത്തില്ല. അതിനായിട്ട് ഇത് എനേബിൾ ചെയ്തിരുന്നത് നല്ലതായിരിക്കും. ഞാനിത് ഇവിടെ ഒന്നും എനേബിൾ ചെയ്യുവാണ്. ആക്ടിവേറ്റ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് ഇവിടെ ഒന്നും എനേബിൾ ചെയ്തു. അതായത് ഇവിടെ നോട്ടിഫൈ ടു ലോക്ക് ന്യൂ ആപ്സ് എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ഇത് നിങ്ങൾ എനേബിൾ ചെയ്യേണ്ട കാര്യമില്ല. കാരണം നമ്മൾ പുതിയ ആപ്ലിക്കേഷനുകൾ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ അത് ഡിസേബിൾ ചെയ്യണോ, അതായത് അത് ലോക്ക് ചെയ്യണോ എന്ന് നമുക്ക് ഇവിടെ ഒന്നും എനേബിൾ ചെയ്ത് കൊടുക്കാൻ സാധിക്കും. അതിൻ്റെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഓട്ടോ ആക്ടിവേറ്റ് എന്ന് പറയുന്ന മറ്റൊരു ഓപ്ഷൻ ഉണ്ട്. ഓട്ടോ ആക്ടിവേറ്റ് ക്യാൻ ഓട്ടോമാറ്റിക്കലി സ്വിച്ച്
പ്രൊഫൈൽസ് വെൻ യു ചേഞ്ച് വൈഫൈ നെറ്റ്വർക്ക്. അതായത് നമ്മൾ ഏത് പ്രൊഫൈലാണോ സെലക്ട് ചെയ്തിരിക്കുന്നത് അതിനുശേഷം നമ്മൾ എനേബിൾ എന്നുള്ള ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഏത് വൈഫൈ ആണോ ആ സമയത്ത് ഉപയോഗിക്കുന്നത് ആ വൈഫൈ നമുക്ക് അവിടെ നിന്നും ടിക്ക് ചെയ്ത് കൊടുക്കാൻ സാധിക്കും. അതിനുശേഷം നമ്മൾ ഏത് സമയത്ത് പിന്നെ നമ്മൾ ആ വൈഫൈയിൽ കണക്റ്റ് ആയാലും നമ്മൾ സെലക്ട് ചെയ്തിരുന്ന പ്രൊഫൈൽ ഏതാണോ ആ പ്രൊഫൈലിലേക്ക് തന്നെത്താൻ ഈ ആപ്ലിക്കേഷൻ ആക്ടിവേറ്റ് ആകുന്നതാണ്. അതായത് നമ്മൾ സെലക്ട് ചെയ്തിരുന്ന പ്രൊഫൈലിൽ ഏതൊക്കെ ആപ്ലിക്കേഷനുകൾ നമ്മൾ ലോക്ക് ചെയ്തിട്ടുണ്ടോ ആ ആപ്ലിക്കേഷൻ എല്ലാം തന്നെ ആ വൈഫൈ കണക്റ്റ് ആകുമ്പോൾ ലോക്ക് ആകുന്നതാണ്. വളരെ നല്ല ഒരു ആപ്ലിക്കേഷനാണ്, വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ്. ഇവിടെ നിന്ന് നിങ്ങൾക്ക് മറ്റു ഓപ്ഷനുകളും സെലക്ട് ചെയ്യാൻ സാധിക്കും. ഇവിടെ പേരൻ്റൽ എന്നുള്ളതൊക്കെ സെലക്ട് ചെയ്യാം. അതിനുശേഷം സ്കൂൾ കുട്ടികളൊക്കെ എടുത്ത് ആപ്ലിക്കേഷനുകളൊന്നും യൂസ് ചെയ്യാതിരിക്കാനായിട്ട്, അല്ലെങ്കിൽ ഒത്തിരി ഗെയിം കളിക്കുകയൊക്കെ ചെയ്യുമല്ലോ കുട്ടികൾ, നമുക്ക് ഗെയിമുകളൊക്കെ ലോക്ക് ചെയ്തിടാൻ സാധിക്കും ഈ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച്. നമുക്ക് കുറേ ആപ്പ് ലോക്കറുകൾ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ ലഭിക്കും. എന്നാൽ ഇത് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ്. ഇത് നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെടും. കാരണം നമ്മൾക്ക് ഓരോ ഇടത്ത് ചെല്ലുമ്പോഴും പല ആപ്ലിക്കേഷനുകൾ ലോക്ക് ചെയ്യാനായിട്ട് നമ്മൾ ആപ്പ് ലോക്കർ എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് അറിയായിരിക്കും. അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓരോ ആപ്ലിക്കേഷനുകളും എടുത്ത് ലോക്ക് ചെയ്യേണ്ടതായിട്ട് വരും. എന്നാൽ ഇത് നമ്മൾ ഓരോ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള സമയത്ത് പ്രൊഫൈൽ നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാൻ സാധിക്കും. ഓക്കെ, നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക. അതിനോടൊപ്പം തന്നെ നിങ്ങൾ എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എൻ്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ ഫേസ്ബുക്ക് പേജും ലൈക്ക് ചെയ്യുക. ഫേസ്ബുക്ക് പേജിൻ്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോടൊപ്പം കൊടുക്കുന്നുണ്ട്. അതേപോലെ യൂട്യൂബ് ചാനൽ നിങ്ങൾ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോകളൊക്കെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, ഇതിലും നല്ലൊരു അറിവുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.